ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രിപ്പിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 4 o'clock രാവിലെ എണീറ്റിട്ട് പോകണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ കടന്നത്. പക്ഷേ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. നമ്മളൊരു 5 മണി, ഏകദേശം ഒരു 5:30 ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ് നമ്മൾ പിന്നെ ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ഇപ്പോൾ ഏകദേശം നേരം വെളുത്തിട്ടുണ്ട്. ഒരു 5:30 ആ ഒരു ടൈമാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ പാക്ക് ചെയ്തെല്ലാം കാറിലൊക്കെ സാധനങ്ങളെല്ലാം കാറിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെല്ലാം നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഏർലി മോർണിംഗിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ ബാക്കിൽ കുട്ടികൾക്ക് എയർ ബെഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവർ ഉറങ്ങിയിട്ട് അങ്ങനെ അവരെ കിടത്തിയിട്ടാണ് പോവാറ്. ഇന്നിപ്പോൾ ഏകദേശം നേരം വെളുത്തായതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സീറ്റ് മടക്കി വെച്ചിട്ട് അങ്ങനെ അവരിയ്ക്കുകയാണ് ചെയ്തത്. ഉറക്കമൊക്കെ തെളിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു കൊടുത്തു. എന്നാലും നോർമൽ നമ്മൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആ ഒരു ടൈമാണെങ്കിൽ സ്കൂൾ മദ്രസൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ആ ടൈമിൽ അവർ എണീക്കാറുള്ളതാണ്. പിന്നെ ട്രാവൽ ചെയ്യുന്നതായതുകൊണ്ട് ചെറിയ ഉറക്കമുണ്ട്. പിന്നെ നമ്മൾ തൃശ്ശൂർ വഴിയാണ് പോയത്. അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ് ആ ഒരു ഏരിയ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു 8:30 ആ ഒരു ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പൂരിയും മസാലയും പറഞ്ഞു, ഇക്കയും കുട്ടികളും പിന്നെ മസാല ദോശയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇതുപോലത്തെ ഒരു മിഠായിയൊക്കെ വാങ്ങിച്ച് നമ്മൾ പോന്നു. പിന്നെ പോകുന്ന വഴി നമ്മളങ്ങനെ വാഷ്റൂമിലൊക്കെ കയറാൻ വേണ്ടിയിട്ടൊന്ന് പെട്രോൾ പമ്പിൽ കയറി. പിന്നെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. നമ്മൾ ആ ട്രാവലിംഗ് ആണല്ലോ എൻജോയ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഇടുക്കി ജില്ലയിലേക്ക് കയറിയതിൻ്റെ എന്താ പറയുക, അവിടുത്തെ ഒരു എന്താ പറയുക, പ്രകൃതിയുടെ ഒരു മാറ്റം തന്നെ നമുക്ക് വേഗം കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. ഫുള്ള് മലകളും മരങ്ങളും കുന്നുകളും അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ അതിലോട്ട് എൻ്റർ ചെയ്ത് ആ ഒരു യാത്രയിലാണ്. ഇപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഓരോ ടേണിങ് അല്ലെങ്കിൽ ഓരോ നെക്സ്റ്റ് ഏരിയ ആകുമ്പോഴേക്കും ഒരു പുതിയ വ്യൂ അങ്ങനത്തെ പോലത്തെ ഒരു യാത്രയായിരുന്നു. നല്ല ഭംഗിയാണ്. നമുക്ക് ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല. പിന്നെ അത്രയും നന്നായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു കഴിവും എനിക്കില്ല. അപ്പം അതുകൊണ്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ താഴെ മൊത്തം പച്ചപ്പ്, പിന്നെ ഇങ്ങനെ മല, കുന്ന്, അങ്ങനെ പച്ചപ്പ്, പിന്നെ അതിന് മീതെ ക്ലൗഡ്സ്, ആകാശം അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാൻ. പിന്നെ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അതും നല്ലൊരു രസമാണല്ലോ. നമ്മൾ ഏത് സ്ഥലത്തൊക്കെ പോകുന്നു അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്ത് കാണുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരുമിച്ചുള്ള ട്രാവലിംഗ് ആ ഒരു ടൈമും കൂടി നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഞങ്ങളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മളിങ്ങനെ അതിൻ്റെ അടുത്തെത്താനായി എന്ന് തോന്നുന്ന രീതിയിലുള്ള അങ്ങനെ നമ്മുടെ മുന്നിൽ ഇതുപോലെ കുന്നും പാറയും മലയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ KSEBിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ തൊട്ടയാർ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കറണ്ട് എടുക്കുന്ന സംഭവമുണ്ടല്ലോ, അത് കണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ സ്പീഡിൽ പോയിട്ട് അവിടെ അങ്ങനെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പോകുന്ന ഓരോ വഴിയിലും ഓരോന്നും എന്താ കാണാനില്ല അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അതുവഴി പോകുന്നത് അവരോട് ചോദിച്ചു, അവിടെ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് ഉള്ളിലോട്ട് എൻട്രി ചെയ്യാൻ അവർ സമ്മതിക്കില്ല. പക്ഷേ നമുക്കവിടെ പുറത്തുനിന്ന് കാണും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് കണ്ടു. കുട്ടികൾക്ക് കറണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വെള്ളത്തിൽ നിന്നുള്ള കറണ്ട് ഉൽപ്പാദനം എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാനും അതിനെക്കുറിച്ച് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാനൊന്നുമുള്ളൊരു അറിവെനിക്കില്ല.
എനിക്ക് തോന്നുന്നു പൊതുവേ ജെൻസിന് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി നോളജ് ഉണ്ടാവുന്നു. ഒരുപാട് സ്ഥലത്ത് പോകുന്നു കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഡൈനാമോ വെച്ചിട്ട് ആ തിരിഞ്ഞീനെ കറണ്ടാക്കിയിട്ട് ആ ട്രാൻസ്ഫോമർ വഴി നേരെ ഇതാണ് പവർ സ്റ്റേഷൻ നടന്നത്. ആ കറണ്ട് അങ്ങനെ ലൈൻ അങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് അത് എവിടുക്കാൻ കൊണ്ടുപോണേ എല്ലായിടത്തും നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ടൊക്കെ അങ്ങനെ ഈ കറണ്ടൊക്കെ അതിൽ മിക്സായി വരുന്നു. വെയിലിന് മാത്രമല്ല ഏതെല്ലാം രീതിയിൽ നമുക്ക് കറണ്ട് ഉത്പാദനം ഉണ്ട് എന്ന് പഠിച്ചിട്ടാണ്. വെള്ളവും ഉപയോഗിച്ചിട്ട് ഡീസലും ഉപയോഗിച്ചിട്ട് അതേമാതിരി കാറ്റ് കൊണ്ട് വെയിൽ കൊണ്ട് അങ്ങനെ ഓരോ ഇതായിട്ട് നമ്മൾ കറണ്ട് ഉണ്ടാക്കാൻ കണ്ടുപിടിച്ചിട്ട് അതിൽ ഒന്നാണ് ജലവൈദ്യുത പദ്ധതി. ഇപ്പം അങ്ങനെ നമ്മൾ അവിടെ അന്ന് കാര്യങ്ങളൊക്കെ തന്നെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഉള്ളിലോ ഒരു ഓഫീസർ സെക്യൂരിറ്റി ആരോ അങ്ങനെ ഇരുന്നിരുന്നു. അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഗേറ്റിൻ്റെ അപ്പുറം കയറിയിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാനുള്ള ഒരു പെർമിഷനൊക്കെ തന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടു, കുറച്ച് നേരമൊക്കെ അവിടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു പോന്നു. കുട്ടികൾക്ക് കാണാനും അറിയാനൊക്കെ ഉള്ളൊരു അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു നമ്മൾ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഓർമ്മയും നമ്മൾ ജസ്റ്റ് ബുക്കിൽ വായിച്ചതും അങ്ങനെയൊക്കെ ആയിട്ടുള്ളതും അത് രണ്ടല്ലേ. അപ്പോൾ നമ്മളങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. നമുക്ക് ഏകദേശം ചെക്ക് ഇൻ ടൈം വരുന്നത് ഒരു 12 മണിക്കാണ് തോന്നുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ ടൈം വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അത്ര ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ കാണാനുള്ള കാഴ്ചകളും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി റിലാക്സ് ചെയ്ത് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ 3 പേരും സെയിം ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചുമ്മാ അവിടെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്ന് അങ്ങനെ പോയി. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ചുറ്റിലും നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, ഫുള്ള് പച്ചപ്പും നേരെ ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്ന റോഡും ആ ഒരു യാത്രയ്ക്ക് അതിൻ്റേതായ ഒരു ഭംഗിയും നമ്മൾ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് പോലെ നമുക്കത് ആസ്വദിക്കാനുള്ളൊരു കഴിവും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ബോറടിച്ചിരിക്കാൻ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവും. അപ്പോൾ നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പോവുക. ആൻഡ് ഫാമിലി ടൈം അതുപോലെ നമുക്ക് എപ്പോഴും നമുക്ക് അതുപോലൊരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ലല്ലോ. സോ അങ്ങനെ നമ്മൾ ആ യാത്ര എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും അൽഹംദുലില്ലാ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അവർക്കും യാത്രയിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിച്ച് ഓരോ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് അവർക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇടയിലൊരു സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കാനല്ല, ജസ്റ്റ് കടലമിഠായി, വെള്ളം അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ എല്ലാ വിഷ്വൽസും നമുക്കിങ്ങനെ
സെയിം പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ എത്താനായി തുടങ്ങി. നമ്മളിപ്പോൾ റൂമിലെത്തി, ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ PWD റെസ്റ്റ് ഹൗസാണ് എടുത്തിരുന്നത്. മൂന്നാറിൽ ഇടുക്കിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ബെഡും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് റൂം ഇതാണ്. നല്ല ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നമ്മൾ പോകുമ്പോൾ ഒരു ബ്ലാങ്കറ്റും ടർക്കിയും കൂടി എപ്പോഴും നമ്മൾ എക്സ്ട്രാ വെക്കാറുണ്ട്. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ അവിടെ ഒരു ബെഡ്, പിന്നെ നമ്മളൊരു എക്സ്ട്രാ ബെഡ് വെച്ചത്, പിന്നെ അതുപോലെ ഒരു ടേബിളും ചെയറും, പിന്നെ വേറൊരു സ്റ്റഡി ടേബിൾ പോലത്തെ ഒരു ടേബിളും ചെയറും അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് ഇവിടെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. ആൻഡ് ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഞാനിപ്പോൾ പോയെടുത്ത് ഇതുപോലെ നമ്മൾ PWD റെസ്റ്റ് ഹൗസ് ചൂസ് ചെയ്യുമ്പോൾ ബാത്റൂമും അതേ റൂമിൻ്റെ അതേ വലുപ്പം ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബാൽക്കണി ഉണ്ട്. ആൻഡ് ആ ബാൽക്കണി തുറന്നു കഴിഞ്ഞാലുള്ള വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഒരു പോർഷനാണ് കാണുന്നത്. അത് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു വ്യൂ. നമ്മൾ മോർണിംഗിൽ എണീറ്റിട്ട് അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ക്ലൈമറ്റും നല്ലൊരു അടിപൊളിയായതുകൊണ്ട് എന്താ പറയുക, നമുക്കങ്ങനെ ബോറടിക്കില്ല, റൂമിൽ തന്നെ ഇരിക്കാൻ തോന്നും. പിന്നെ നമ്മൾ ഫുഡ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ടാണ് കഴിച്ചത്. മന്തി റൈസാണ്, ഒരു മലബാറി സ്റ്റോർ ഉണ്ടായിരുന്നു, അതുകൊണ്ട്. ഇതൊരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്. കാരണം അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, പിന്നെ June 8th ആയിരുന്നു കേട്ടോ അത്. ആൻഡ് June 9th മോളുടെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ പൊതുവേ രണ്ടുപേരുടെയും കൂടി ഒറ്റ കേക്ക്, അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. മോൾക്ക് അങ്ങനെ കേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, കട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ വെറുതെ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പ്രാവശ്യം എന്തായാലും കേക്ക് മേടിച്ചു തരണം, ഗിഫ്റ്റ് മേടിച്ചു തരണം എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പിക്ക് അവിടെ പോയിട്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ തലേദിവസം ഗിഫ്റ്റും വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര കാറിൽ. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു. എനിക്കങ്ങനെ ബർത്ത്ഡേക്ക് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗിഫ്റ്റ് മീൻസ് അങ്ങനെ ഗിഫ്റ്റായിട്ടൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയപ്പോൾ സന്തോഷം. പറഞ്ഞിട്ട് മീൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഗിഫ്റ്റിനേക്കാൾ, അല്ലെങ്കിൽ നമ്മളൊരു ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഗിഫ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതിനേക്കാൾ അപ്പുറമുള്ളൊരു ഗിഫ്റ്റായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൊട്ടപ്പുറത്തൊരു ഹിൽ വ്യൂ പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ്. അതായത് നമ്മുടെ റെസ്റ്റ് ഹൗസിൻ്റെ തൊട്ട് താഴെയുള്ളൊരു വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ആൻഡ് ഇവിടെ തന്നെ നമ്മൾ ഈ ഹിൽ വ്യൂ പാർക്കിൻ്റെ ഇപ്പോൾ ഈ കയറി പോകുന്ന ഭാഗത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതിഥി മന്ദിരം എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. മീൻസ് നമ്മൾ പുറത്ത് ഹോട്ടൽസിൻ്റെ അത്രയും എന്താ പറയുക എമൗണ്ട് ഒന്നും വരില്ല. എന്നാലും റെസ്റ്റ് ഹൗസിനേക്കാൾ കൂടുതലാണെന്ന് തോന്നുന്നു. പെർ ഡേ 1000 അങ്ങനെ എന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആൻഡ് പാർക്കിലേക്ക് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടുക്കിയിലെത്തിയപ്പോൾ എനിക്ക് ഈ ഒരു നീല പൂവുണ്ടല്ലോ, അത് ഒരുപാട് കാണാൻ പറ്റി. കുറേ കണ്ടു, നല്ല ഭംഗിയുണ്ട് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷെ അത് ഭയങ്കര താഴ്ചയിലാണ്, വലുതാവുമായിരിക്കും. പൂക്കളിടാറുണ്ട്, പക്ഷെ അങ്ങനെ അത്ര ഹൈറ്റിൽ അങ്ങനെ പൊങ്ങി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് എനിക്ക് കണ്ടതിലല്ല, നമ്മൾ ഏതൊരു വ്യൂവിൻ്റെ ഫ്രണ്ടിൽ പോയാലും നമുക്ക് ഇടുക്കി ഡാമിൻ്റെ പല ഭാഗങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇത് അതിൻ്റെ ഒരു ഭാഗമാണ്. 2 മലകൾക്കിടയിലൂടെ ഒരു ഡാമാണ് ഇത്. ഷട്ടറും കാര്യങ്ങളൊന്നുമില്ല. ഇതിനറിയപ്പെടുന്നത് ആർച്ച് ഡാം എന്നാണ്. 2 മലകൾക്കിടയിലൂടെ അതിനെ ബന്ധിപ്പിച്ചിട്ടുള്ളൊരു ആർച്ച് രൂപത്തിലുള്ളൊരു
ഡാമാണ് അറിയപ്പെടുന്നത്. പക്ഷെ അതിന് ഷട്ടറൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അത് അവിടെ ക്ലോസ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം പോയി കണ്ടിരുന്നു. അത്രയും അടുത്ത് പോയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, എന്നാലും നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് കാണാം. അപ്പുറത്തോട്ട് വെള്ളം പോവുക കാര്യങ്ങളൊന്നുമില്ല, ഇതിവിടെ ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെയാണ്. ഇതിനെന്തോ ഹിസ്റ്റോറിക്കൽ എന്തൊക്കെയോ ഒരു കഥ ഇതിനുണ്ട്. ലൈക്ക് എന്തോ സീതാദേവി കുളിക്കാൻ വന്ന സമയത്ത് കുറവനും കുറത്തിയും വന്ന് നോക്കിയപ്പോൾ അങ്ങനെ ശപിക്കപ്പെട്ടിട്ട് നിങ്ങളിനി മലയാവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മാറിയതാണ് എന്നുള്ളൊരു ഹിസ്റ്ററി ഉണ്ട്. അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് അതിൻ്റെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ യൂട്യൂബിലോ എവിടെ നിന്നോ കേട്ടതാണത് കേട്ടോ. അത് 2 മലകളാണ്, കുറവൻ കുറത്തി മല എന്നാണ് അത് അറിയപ്പെടുന്നത്. ഹൈറ്റ് ഉള്ളത് കുറത്തിമലയും ഹൈറ്റ് കുറഞ്ഞത് കുറവൻ മല എന്നാണ് അറിയുന്നത്. ആൻഡ് അതിന് രണ്ടിനെയും ജോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഉള്ള ആർച്ച് ഡാം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ജസ്റ്റ് ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, പിന്നെ ഇരുന്ന് കറങ്ങുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് എന്തോ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അത് ഈ സംഭവം. പക്ഷേ ഇത് അത്ര ഭയങ്കരമായിട്ട് വർക്കിംഗ് ആണോ ചോദിച്ചാൽ അല്ലായിരുന്നു. ഭയങ്കര ഒരു നമ്മളിങ്ങനെ ഭയങ്കര ഫോഴ്സിൽ കറക്കി കൊടുക്കണം. അതിൻ്റെ അത്ര സ്പീഡിൽ അങ്ങനെ കറങ്ങുന്ന ഒരു സംഭവമല്ല. അപ്പോൾ മോനൊക്കെ ഉണ്ടോ തനിച്ചിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു ഫീലാണ് ഇതിന്. എന്നാലും ജസ്റ്റ് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെങ്കിലും അത് കാണാനൊരു അതിൽ കളിക്കാൻ ഇഷ്ടമാണല്ലോ. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ടോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ഇപ്പോൾ ലൈറ്റ് ഹൗസൊക്കെ പോലെ കുറച്ച് ഹൈറ്റിൽ കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോയിട്ടും കണ്ടു. എവിടെ പോയി കണ്ടു കഴിഞ്ഞാലും ഈ ഒരു വ്യൂവിൻ്റെ പല ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് എനിക്ക് തോന്നുന്നു ഇടുക്കി ഒരിക്കലും ഒരു മടുപ്പിക്കുന്ന വ്യൂ ഉള്ളൊരു സ്ഥലമല്ല എന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. നമ്മൾ ഓരോ ഭാഗത്തുനിന്ന് കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ ടൈമിൽ കാണുമ്പോഴും ഒരു ബ്യൂട്ടി ആ ഒരു സ്ഥലത്തിനുണ്ടെന്ന് എനിക്ക് തോന്നി. കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നി. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പോകുന്ന പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തൊക്കെ പോവുക, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. ഇടുക്കി ഡാം എന്നൊക്കെ പറയുന്നത് നമ്മൾ ജസ്റ്റ് പുസ്തകത്തിലൊക്കെ ഒരു ഫോട്ടോ കണ്ട് അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ 7 മണി വരെയാണ് ഈ ഹിൽ പാർക്കിൻ്റെ അവിടെ എൻട്രി ഉള്ളൂ. ടിക്കറ്റ് ഉണ്ട്, 15 രൂപയോ 20 രൂപ അങ്ങനെ എന്തോ ഒരു ചെറിയ ടിക്കറ്റാണ്. അങ്ങനെ നമ്മൾ നേരെ പോയി ഫുഡ് കഴിച്ച് പുറത്തുനിന്ന് ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് റെസ്റ്റ് ഹൗസിൽ തന്നെ എത്തി. PWD റെസ്റ്റ് ഹൗസ് ഇടുക്കിയാണിത്. ഇവിടുത്തെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ്. നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ ഒരു ഹാൾ ആയിട്ട് അങ്ങനെ വരും. ആൻഡ് അവിടെ നേരെ നമുക്ക് നമ്മൾ റൂമിലോട്ട് പോവുക. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് നല്ല കുറവാകും. പെർ ഡേ 400 ആണ് ഇവിടെ നമുക്കായിട്ടുള്ളത്. നമ്മൾ മൂന്നാറിലൊക്കെ മുന്നേ പോയപ്പോൾ 600 ആയിരുന്നു. അപ്പോൾ അത്രയും റേറ്റ് കുറവാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ റൂംസിന് ആ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഇതാണ്. പിന്നെ നമ്മൾ പോയി വന്നതിന് ശേഷമാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. കാരണം ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ കുട്ടികൾ നമ്മൾ ആദ്യം തന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് കഴിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൽ എൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞത് കേക്ക് മേടിച്ച പ്രാവശ്യം എൻ്റെ പേര് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ കേട്ടാണ്. ചുമ്മാ വെറുതെ ഒരു രസം. അപ്പം നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് ഞാനും മോളും കൂടിയിട്ടാണ് കട്ട് ചെയ്തത്. 2 പേർക്കും കൂടിയിട്ട്. പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഇത്രയും വലിയൊരു കേക്ക് വാങ്ങിച്ച് നമുക്ക് കഴിച്ച് അങ്ങനെ തീർക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ നൈബേഴ്സിന് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറുതല്ല കേക്ക് അത്യാവശ്യം ഐ തിങ്ക് 1 kg കേക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി കട്ട് ചെയ്തു. ചുമ്മാ ഒരു സന്തോഷം. കേക്കൊക്കെ കട്ട് ചെയ്തു നമ്മൾ അങ്ങോട്ടൊക്കെ കൊടുത്ത് കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ടൈം അങ്ങനെ കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷായി നമ്മളങ്ങനെ പിന്നെ ഇപ്രാവശ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് പോകുമ്പോൾ തന്നെ ഇവിടുന്ന് ഒരു ബുക്ക് പേനൊക്കെ കയ്യിൽ പിടിച്ചിട്ട്
അന്നാന്ന് രാത്രി അവർ എന്തൊക്കെയാണ് കണ്ടത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ആൻഡ് ഇത്രയേ. പിന്നെ ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇക്ക വാങ്ങിച്ചു തന്നൊരു ഗോൾഡൻ റിങ്ങും പിന്നെ എൻ്റെ താത്ത എനിക്ക് തന്നിട്ടുള്ളൊരു സിൽവർ റിങ്ങും ആയിരുന്നു.